എന്താണ് ഈ മെക്ക പാക്ട്? ഈ എഗ്രിമെൻ്റ് പ്രകാരം ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഈ 3 രാജ്യങ്ങളെയും ആ രാജ്യം ആക്രമിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇപ്പോൾ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ടർക്കി ഒരു നേറ്റോ അംഗമാണ്. ടർക്കിക്ക് ഡിഫൻസ് കേപ്പബിലിറ്റിയുണ്ട്, ശക്തമായിട്ടുള്ളൊരു സൈന്യവുമുണ്ട്. പാകിസ്ഥാനും നല്ലൊരു സൈന്യവുമുണ്ട്. അതോടൊപ്പം അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ്, ആണവ ആയുധങ്ങളുമുണ്ട്. പിന്നെ സൗദി അറേബ്യയ്ക്ക് വലിയ ധനവും ഇസ്ലാമിക് ലോകമെമ്പാടുമുള്ള വലിയ സ്വാധീനവുമുണ്ട്. അപ്പോൾ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഈ ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ടർക്കിയുടെ നേറ്റോ മെമ്പർ സ്റ്റാറ്റസ് പോയാലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയോ ടർക്കി? പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആ MNNA സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാലും സാരമില്ല എന്നായോ? പിന്നെ സൗദി അറേബ്യ ഇപ്രകാരമുള്ള മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ടുള്ള രീതിയിൽ കൂടുതൽ സൗഹൃദ ബന്ധവും എഗ്രിമെൻറ്റും ഒക്കെ ഒപ്പുവെക്കുന്നതാണോ നല്ലതെന്ന് തോന്നുന്നത്? കമ്പയർഡ് ടു ഇസ്രയേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച് ആ എബ്രഹാം അക്കോർഡ്സിലെ ഭാഗമാകുന്നതിനേക്കാളും നല്ലത് ഇപ്രകാരം ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുന്നതാണ് നല്ലതെന്ന് സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ തോന്നുകയാണോ? ഇവിടെയാണ് ഇസ്രയേലും അന്ത്യകാലവും ബൈബിളും എല്ലാം പിക്ചറിലേക്ക് വരുന്നത്. ഈ 3 രാജ്യങ്ങളും ഇപ്രകാരമുള്ള ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പുവെച്ചെങ്കിലും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ 3 രാജ്യങ്ങളിലെ ഓരോ രാജ്യത്തിനും മിഡിൽ ഈസ്റ്റിലെ ലീഡറാവണം, തലവനാകാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു വസ്തുതയേ ഉള്ളൂ, ഇസ്രയേൽ. മാത്രവുമല്ല അവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഹേട്രഡ്, ആദർശപരമായിട്ടുള്ള വിദ്വേഷം, ഇസ്രയേലിനോടുള്ള ആ മനോഭാവം, അതാണ് ഇവരെ എല്ലാം ഒരുമിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു എഗ്രിമെൻറ്റ് മെക്കയിൽ ഒപ്പുവെച്ചത് തന്നെ, അതായത് ഇസ്ലാമിലെ വിശുദ്ധ സ്ഥലമെന്ന് കണക്കാക്കപ്പെടുന്ന മെക്കയിൽ ഒപ്പുവെച്ചത് തന്നെ എല്ലാം വ്യക്തമാക്കുന്നുമുണ്ട്. ആ ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിൻ്റെ ആ പിമ്പിലുള്ള ഐഡിയോളജിക്കലായിട്ട്, അതായത് ആദർശപരമായിട്ടും പിന്നെ മതപരമായിട്ടുള്ള ആ ഒരു അടിസ്ഥാനം ഇതെല്ലാം വ്യക്തമാക്കി വരികയാണ്. കാണുക മെക്ക ഡിഫൻസ് എഗ്രിമെൻറ്റ്, ഇസ്രായേലിനെതിരെ പുതിയ സൈനിക സഖ്യമോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.